കേരളത്തിൽ ഏറ്റവും അധികം പൊതുസ്വീകാര്യതയുള്ള കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ. മുരളീധരൻ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടവുമാണ്. എന്നാൽ അതിനനുസരിച്ച് തന്നെ തലങ്ങും വിലങ്ങും പറയാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയം അദ്ദേഹത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. തൃശൂരിലെ സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്ന് അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് താൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വട്ടിയൂർക്കാവ്, നേമം എന്നീ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ സജീവമാണ്. വട്ടിയൂർക്കാവിലോ നേമത്തോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാനുള്ള സാധ്യതയും പുറത്തുവരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു മത്സരത്തിന് വട്ടിയൂർക്കാവും നേമവും സാക്ഷ്യം വഹിക്കേണ്ടി വരും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് രാജീവ് ചന്ദ്രശേഖറിനെ ചെറുതായി കാണുന്നില്ല എന്ന് തന്നെയായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലൊക്കെ പ്രവർത്തിച്ചയാളാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രോട്ടോകോളിന് താഴത്തേക്ക് വരും തോറും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയപ്പോൾ മണ്ഡലത്തിൽ മുഴുവൻ സമയവും ചെലവഴിച്ചയാളാണ് താനെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഔദ്യോഗിക സ്ഥാനങ്ങളില്ലാതെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം തന്നെ ഇടപെടാറുമുണ്ട്. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുമായും തനിക്ക് ബന്ധമുണ്ടെന്നും, കാരണം ഒരു കുടുംബത്തിൽ മരണം നടന്നാൽ താൻ അവിടെ എന്തു തന്നെയായാലും പോയിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. MP ആയിരുന്നപ്പോഴും ആഴ്ചയിൽ 2 ദിവസം വട്ടിയൂർക്കാവിൽ വന്ന് വീടുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏത് ബിഗ് ഷോട്ട് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നും അവർക്കൊരിക്കലും അങ്ങനെ ഇടപെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലെല്ലാം തന്നെ മികച്ച ആത്മവിശ്വാസവും പ്രകടമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇത്തരമൊരു മികച്ച ആത്മവിശ്വാസത്തോടെ മത്സരിച്ച തൃശ്ശൂരിലെ പരാജയം പല നാടകീയ നീക്കങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആ പരാജയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിച്ചത് വ്യക്തമായി കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പരാജയത്തിന്റെ പ്രയാസമെന്നതാണ്. എന്നാൽ ആ പ്രയാസത്തെ മറികടക്കാനുള്ള നീക്കങ്ങൾ വട്ടിയൂർക്കാവിൽ നടക്കുന്നുണ്ട് എന്നാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലെല്ലാം തന്നെ പ്രകടമായത്. വടകരയിൽ ജയിക്കുമെന്ന് തനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂരിലേക്ക് മാറിക്കൂടെ എന്ന പാർട്ടി ചോദിച്ചപ്പോൾ വിമുഖത പ്രകടിപ്പിക്കാതെ മാറുകയാണ് ചെയ്തത്. എന്നാൽ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്നും 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കേണ്ടി വന്നു എന്നും അത് നെഗറ്റീവ് ആകുമ്പോൾ നിരാശയെന്ന് പറയാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജയിക്കേണ്ട സ്ഥാനത്ത് പരാജയം വിലയ്ക്ക് വാങ്ങിയെന്ന വികാരമാണ് തനിക്കുണ്ടായതെന്നും തുടർച്ചയായുള്ള മത്സരം കാരണമുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത പ്രധാന ഘടകമാണെന്നും ഇപ്പോഴും മത്സരിക്കാനുള്ള ആഗ്രഹം തനിക്ക് ഇല്ല എന്നും 4.5 കൊല്ലം കഴിഞ്ഞ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നത്തെ സാഹചര്യം നോക്കി തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് ഇപ്പോഴുള്ളതെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം മറ്റൊരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ പ്രവർത്തനം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ സജീവമാണ്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നല്ല, വട്ടിയൂർക്കാവിനെ തൻ്റെ കുടുംബമായാണ് കണക്കാക്കുന്നത് എന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ, അഥവാ സ്ഥാനാർത്ഥിയാകണമെന്ന പാർട്ടിയുടെ ആവശ്യം അദ്ദേഹം ആദ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം മത്സര രംഗത്തേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞു. പിന്നെയും അദ്ദേഹം കാലുമാറുന്ന സാഹചര്യമായിരുന്നു. അതായത് ആദ്യം മത്സരിക്കുമെന്ന് പറഞ്ഞു, പിന്നീട് ഇല്ല എന്ന് പറഞ്ഞു, വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പല ആവർത്തി വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സര രംഗത്തേക്ക് കടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ സാധ്യത തന്നെ ഉണ്ട് എന്നുള്ളതുമാണ് ശ്രദ്ധേയമായ ഘടകം. അതായത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറെ പ്രതീക്ഷയുള്ള, കോൺഗ്രസിനേറെ വോട്ടിന് സ്വാധീനവും ഉള്ള മേഖല തന്നെയാണ് വട്ടിയൂർക്കാവ്. അങ്ങനെ വരികയാണെങ്കിൽ മികച്ച മത്സരം അവിടെ നടക്കുകയും അദ്ദേഹം MLA ആയി വരികയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാകാനുള്ള നീക്കം സ്വാഭാവികമായും കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. മുൻപ് പലപ്പോഴേ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നിയമസഭ തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും നിയമസഭയിലെ മന്ത്രിസഭയാണ് തന്റെ ലക്ഷ്യമെന്നെല്ലാം തന്നെ പുറത്തു വരുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പല വാക്കുകളും അത് സൂചിപ്പിച്ചിരുന്നു.